ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ചക്ക വരട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അത്ര ഒരു ഈസി ആയിട്ടുള്ളൊരു ജോലിയല്ല ഇത്. ചക്ക വരട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ചക്ക ഇല്ലാത്ത സീസണിലൊക്കെ ചക്ക എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ ചെയ്ത് വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കുറച്ചധികം സമയം വേണം. എന്നാലും ഞാനത് ചുരുക്കി എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ചക്കയാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ ചക്ക ഫുള്ളായിട്ടുണ്ട്. ഈ 2 വലിയ പാത്രത്തിലും നിറയെ ചക്ക ഉണ്ട്. നല്ല മധുരമുള്ള ചക്കയാണിത്. നിറയെ ഉണ്ട്, 2 പാത്രത്തിലും നിറയെ ഉണ്ട്. അപ്പോൾ സാധാരണ ഇത് പിന്നെ വലിയ ഉരുളിയിലൊക്കെ ഇട്ടിട്ടാണ് പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഈ ചക്ക മൊത്തത്തിൽ കൂരൊക്കെ കളഞ്ഞ് അരിഞ്ഞിട്ട് കുക്കറിലാണ് ആദ്യം ഒന്ന് വേവിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 2-3 ഘട്ടങ്ങളായിട്ട് വേണ്ടി വരും വേവിക്കാൻ. ഞാനിപ്പോൾ ഇത് അരിഞ്ഞിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 5-6 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ ഒരുപാട് ചെറുതായിട്ടൊന്നും അരിയണമെന്നില്ല. ഞാനിപ്പോൾ 2ആയിട്ട് മുറിച്ചിട്ടേ ഉള്ളൂ. കുരു ജസ്റ്റ് കളഞ്ഞിട്ട് 2ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് ഞാനൊരു അര ഗ്ലാസ് തന്നെ വേണമെന്നില്ല, ഒരു 1/4 ഗ്ലാസ് ആയാലും മതി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട, കാരണം ഇതിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും. പ്രത്യേകിച്ച് ഈ ചക്ക നല്ല മധുരമുള്ളതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഇതിന്ന് ഇറങ്ങി വരും. പക്ഷേ ഒട്ടും വെള്ളം ഒഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ അടിക്ക് ജസ്റ്റ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം ഒഴിക്കാതെ ഇടണ്ട. ഇപ്പോൾ ഞാൻ കുക്കറിൽ വേവിച്ച് ഒരു വിസിൽ വന്ന ഉടനെ എടുക്കാം. ഒരു വിസിൽ വന്ന് പിന്നെ ആ എയർ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. ഇപ്പോൾ ഇതാ ചക്കയുടെ ഒപ്പം തന്നെ വെള്ളമുണ്ട്. നിറയെ ചക്ക ഉണ്ടായിരുന്നതാണ്. ചക്ക പകുതിയോളം താഴ്ന്നു പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ. പകുതിയെ വേവിച്ചിട്ടുള്ളൂ, ബാക്കി പിന്നെ അവിടെ കിടക്കുകയാണ്. ഇനി ഞാനത് വിറകടുപ്പാണ് കത്തിച്ചിട്ടുള്ളത്. അടുപ്പത്ത് വെച്ചിട്ടുള്ള ഒരു ഉരുളി പോലെ അടി കട്ടിയുള്ളൊരു പാത്രം വേണം. ഇവിടെ ഇപ്പോൾ വലിയ ചെമ്പ് ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അതൊന്നും അടി കട്ടിയുള്ള പാത്രങ്ങളല്ല. ഇപ്പോൾ ഈ വെച്ചിട്ടുള്ളത് ഞാൻ കുറച്ച് അടി കട്ടിയുള്ളൊരു പാത്രമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഞാൻ എന്നിട്ട് ആ ചക്ക ഒന്ന് കോരിയെടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള ചക്കയും കൂടി ഇട്ട് കൊടുക്കുന്നത്. വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ആ വെള്ളം കൂടി നമ്മൾ ആ ചക്കയിലേക്ക് ഉരുളിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് വറ്റിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതവിടെ കുക്കറിൽ വെച്ചിട്ട് ഞാൻ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഇളക്കണം, കുറച്ചധികം സമയം തന്നെ എടുക്കും. കയ്യിനും കുറച്ചൊരു പണിയാണ്. നന്നായിട്ട് ഇളക്കി ഒരു ഹലുവ പോലെ ആക്കി എടുക്കണം. ഇപ്പോൾ ഇത് ചക്കയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഒരൊറ്റ വിറകുള്ളിയെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിക്ക് പിടിക്കാതെ അങ്ങനെ ഇളക്കണം. ചട്ടിയുടെ അടി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അടിക്കൊട്ടും പിടിക്കാതെ വേണം ചെയ്യാൻ. പക്ഷേ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ചക്ക ഇല്ലാത്ത സീസണിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ചക്ക അട ഉണ്ടാക്കാം, ചക്ക പായസം ഉണ്ടാക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യണത് ചക്ക ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിൽ ചക്ക കുറച്ച് ചേർത്താൽ മതി. ഒരു സ്പൂണൊക്കെ ചേർത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ചക്കക്ക് ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും റിസ്ക് ഉള്ളൊരു പണി, കാരണം നമ്മളിങ്ങനെ ഇളക്കും വേണം, അതേ സമയത്ത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ആയത് ഞാൻ വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് കുക്കറിൽ വെന്തത് ഞാൻ ആ ഉരുളിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയത് റെഡി ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊന്നായിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് വലിയൊരു ഉരുളി ഉണ്ടെങ്കിൽ സുഖമാണ്, 2ഉം കൂടി ഒറ്റ ട്രിപ്പിൽ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് വലിയ ഉരുളി ഇല്ല ഇവിടെ, അടികട്ടിയുള്ള പാത്രം ആവും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇനി ഇതൊന്ന് മറ്റതിൻ്റെ പരുവത്തിലേക്ക് ഇതും ആയി വരണം. ഇപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. പാത്രത്തിൻ്റെ അടി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അടിയിൽ അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല. പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക വേണം. അപ്പം ഞാൻ മുമ്പൊക്കെ കഴിഞ്ഞ വർഷം 2-3 വർഷം മുമ്പേ ഉണ്ടാക്കിയപ്പോഴൊക്കെ ചെറുതായിട്ട് അടിക്ക് പിടിച്ചിരുന്നു. അങ്ങനെ അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചക്കേൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ടു. പാത്രം നിറയെ ഉണ്ട്. ഏകദേശം ഇപ്പോൾ നമ്മൾ 2 വലിയ ചെമ്പ് ചക്കയായിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വലിയ ചക്കയായിരുന്നു. അതെല്ലാം വേവിച്ച് കുറുക്കി ഇതിപ്പോൾ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കാണുന്നതിൻ്റെ ഒരു പകുതിയൊക്കെ ഇത് ഉണ്ടാവാൻ പാടുള്ളൂ. ഏകദേശം ഒരു പകുതിയൊക്കെ കുറയണം. നല്ല ബ്രൗൺ കളറായിട്ട് വരും. നമ്മളിങ്ങനെ ഇളക്കി അതങ്ങനെ ആക്കിയെടുക്കണം. ഫ്ലെയിം തീരെ കുറച്ച് വേണം. അപ്പോൾ അതാ കണ്ടോ, കുറേ കുറഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം ചെയ്യാൻ. എന്നാലും തീ കത്തിക്കൊണ്ടിരിക്കും വേണം. കൈ എടുക്കാതെ ഇളക്കണം. അപ്പോൾ ഈ അവസാനമാകുമ്പോൾ നമുക്ക് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് കട്ടി കൂടി വരും തോറും നമ്മൾ ലേഹ്യമൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെയാണ്. ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അത് ഒന്നും കൂടെ തെറിക്കും ചെയ്യും. അപ്പോൾ ആ തെറിക്കണ പരുവം കഴിഞ്ഞിട്ടുണ്ട്. ഇതായിപ്പോൾ ഇത്രയും എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഏകദേശം പകുതിയോളമായി. ഹലുവ പോലെ മുറിച്ചെടുക്കത്തക്ക രൂപത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഏകദേശം ഒരു ആയിട്ടുള്ള മട്ടിലാണ്. ഞാൻ പിന്നെ സാധാരണ എല്ലാവരും ശർക്കര ചേർക്കും, ചിലർ നെയ്യ് ചേർക്കും, ചിലർ തേങ്ങാപ്പാൽ ചേർക്കും. ഞാൻ ഒന്നും ചേർക്കുന്നില്ല, കാരണം ഇത് നല്ല മധുരമുള്ള ചക്കയാണ്. മാത്രമല്ല ഞാനിത് ഫ്രീസറിലാണ് സൂക്ഷിക്കുക. അപ്പോൾ പിന്നെ കേട് വരും എന്നുള്ള പേടിക്കാനില്ല. ചിലർ പണ്ട് കാലത്തൊക്കെ ശർക്കരയും നെയ്യൊക്കെ ഇടുന്നത് കേട് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെയാണ്, ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുക സാധാരണ. അപ്പോൾ അതൊന്നും ചേർക്കണില്ല, വെറുതെ അങ്ങ് വരട്ടി വെക്കുകയാണ്. ഇത് നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ടാണ് കേട്ടോ. മധുരം കുറഞ്ഞ ചക്കയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയൊക്കെ ചേർക്കാം, ശർക്കര ഉരുക്കി ഒഴിച്ചാൽ മതി. നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ നെയ്യിന് പകരം ഒരു ഓയിലി ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പായസത്തിൽ എന്തായാലും ശർക്കര ഇടും. അട ഉണ്ടാക്കുകയാണെങ്കിൽ അടയിലും ശർക്കര ഇടും. ഉണ്ണിയപ്പാണെങ്കിൽ എന്തായാലും നമ്മൾ ശർക്കര ഇടുമല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ ശർക്കരയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരുന്നുണ്ടാവും. ഞാൻ എന്തായാലും പുറത്തല്ല വെക്കുന്നത്, ഫ്രീസറിലാണ്. ആവശ്യത്തിന് അതിങ്ങനെ എടുക്കുക ചെയ്യുക. ഫ്രീസറിൽ വെച്ചാലും കട്ടിയായി പോകുന്നില്ല, ഹലുവ പോലെ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ ഇതിങ്ങനെ കണ്ടാൽ തന്നെ നല്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് ചക്ക ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ തുടക്കത്തിൽ കണ്ടതാണ്. അതെല്ലാം കൂടി വരട്ടി ഈ രൂപത്തിലേക്ക് ആക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചക്ക ഇല്ലാത്ത സീസണിൽ എടുക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വില അറിയുക. അപ്പോൾ നമുക്ക് ചെയ്ത് വെച്ചത് ശരിക്കൊരു കാര്യമായി തോന്നും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു 5-6 മണിക്കൂർ നേരം, ഞാനിപ്പോൾ ഇത്രയും ചെയ്തതൊരു 6 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട്. മൊത്തം ചക്ക അരിയലും ഇങ്ങനെയൊക്കെ കൂടി ആക്കിയെടുക്കലുമായിട്ട്, കാരണം ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്യണതുകൊണ്ട്. ഇതിപ്പോൾ വീഡിയോ ചുരുക്കി ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ അതാ റെഡിയായി. നല്ലോണം ചൂടാറിയതിന് ശേഷം ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നന്നായിട്ടൊന്നും മിനുസപ്പെടുത്തി ഹൽവ പോലെയൊക്കെ ആക്കി മുറിച്ചെടുക്കത്തക്ക രൂപത്തിലേക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ചെയ്ത് നോക്കാം. ചക്ക കൂടുതലുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്ക ഇല്ലാത്ത സീസണിലൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. ആ സമയത്ത് നമുക്ക് ചക്കയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.